പൂജ്യം മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 44-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അഗ്രസീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയെക്കുറിച്ചാണ്. ഇത് ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെയും നല്ലൊരു മിശ്രിതമാണ്, അല്ലെങ്കിൽ ഒരു മിക്സാണ്. അതായത് വളർച്ചയും സുരക്ഷയും ഒരുമിച്ച് നൽകുന്ന ഒരു മികച്ച ഓപ്ഷൻ. നമ്മൾ ഇന്നലെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് സുരക്ഷയും വളർച്ചയും ഒരുമിച്ച് നൽകുന്ന ഒരു മികച്ച ഓപ്ഷൻ എന്നായിരുന്നു. കൺസർവേറ്റീവ് കൂടുതലും സുരക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അഗ്രസീവ് വളർച്ചയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അഗ്രസീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് വളർച്ചയും സുരക്ഷയും ഒരുമിച്ച് നൽകുന്ന ഒരു മികച്ച ഓപ്ഷൻ എന്ന് പറയാനുള്ള കാരണം. പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്നത് കൂടുതൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആണ്. സാധാരണയായി 65% മുതൽ 80% വരെ പണം ഇക്വിറ്റിയിലായിരിക്കും നിക്ഷേപിക്കുക, ബാക്കി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നിക്ഷേപിക്കും. അതാണ് ഈ ഫണ്ടിന് അഗ്രസീവ് എന്ന് പേര് ലഭിച്ചത്. ഫണ്ടിലെ ഇക്വിറ്റി ഭാഗം കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ വളർച്ചാ സാധ്യത നൽകുന്നു. അതേസമയം ഡെപ്റ്റ് ഭാഗം സ്ഥിരമായ റിട്ടേൺസ് നൽകി പോർട്ട്ഫോളിയോന് സ്റ്റെബിലിറ്റി നൽകുന്നു. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സിന് മോഡറേറ്റ് ടു ഹൈ റിസ്ക് ഉണ്ട്, പക്ഷേ അതിനൊപ്പം ഹയർ റിട്ടേൺ പൊട്ടൻഷ്യലും ഉണ്ട്. ഇത് പ്യുവർ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ കുറച്ച് സേഫറാണ്, പക്ഷേ ഡെപ്റ്റ് ഫണ്ടുകളെക്കാൾ റിട്ടേൺസ് കൂടുതലായിരിക്കും നൽകുന്നത്. ചിലർക്ക് ഇക്വിറ്റി എക്സ്പോഷർ വേണമെങ്കിലും മുഴുവൻ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കും ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ ലക്ഷ്യമുള്ളവർക്കും പോർട്ട്ഫോളിയോയിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണമെന്നുള്ളവർക്കും എല്ലാം ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം. ഇതെല്ലാം അവർക്ക് അനുയോജ്യമാണ്. ഇതൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഫണ്ടല്ല. കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിലേക്ക് നിക്ഷേപിക്കുന്നതാണ് നല്ലത്. അങ്ങനെയായാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് നിങ്ങളെ വളർച്ചയിലേക്കും സുരക്ഷയിലേക്കും നയിക്കുന്ന ഒരു നല്ല മിഡിൽ പാത്താണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കൂടി വിലയിരുത്തി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം കൂടി തേടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 44-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 43 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 28 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 27 ദിവസത്തെയും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 27 6750 രൂപ. ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. അതോടൊപ്പം 15 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 15 ദിവസത്തെ യൂണിറ്റ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 15 3750 രൂപ. ആകെ 10750 രൂപ നിക്ഷേപിച്ചതിൽ 10500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു, 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 44-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 45-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.